ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഗണിതം വിഷയത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യവുമായിട്ടാണ്. നമുക്ക് ചോദ്യം നോക്കാം. 3.275 കിലോഗ്രാം എന്നതിനെ ഭിന്ന രൂപത്തിൽ എങ്ങനെ എഴുതാം? കിലോഗ്രാമും ഗ്രാമും ആയി എങ്ങനെ എഴുതാം? സി ചോദ്യം ഗ്രാം മാത്രമായി എഴുതിയാലോ? ഇതുപോലത്തെ ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ആദ്യം നമുക്ക് 3.275 ഭിന്ന രൂപത്തിലേക്ക് മാറ്റാം. ഇവിടെ 3.275 എന്നാണല്ലോ തന്നിട്ടുള്ളത്. ഇതിൽ ശ്രദ്ധിക്കുക, 3 എന്നുള്ളത് എന്ത് എഴുതുക? നിങ്ങൾ പുറത്തേക്ക് എടുത്ത് എഴുതുക. എന്നിട്ട് ഒരു ഫ്രാക്ഷൻ എഴുതുമ്പോൾ ഭിന്ന രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുകളിലത്തെ ഭാഗത്ത് 275 എന്ന് എഴുതുക. താഴത്തെ ഭാഗത്ത് പോയിന്റിന് ശേഷം ഭിന്നത്തിന് ശേഷം എത്ര സംഖ്യകളാണ് വന്നിട്ടുള്ളത്? 3 എണ്ണമാണല്ലേ. സോ നിങ്ങൾ 3 പൂജ്യങ്ങളുള്ള ആളെ താഴത്ത് എഴുതുക. അതായത് 1000 ആണല്ലോ. സോ നമുക്ക് ഇവിടെ ഭിന്ന രൂപം കിട്ടിയിട്ടുണ്ട്. 275/1000 എന്നാണ്. ഇനി അടുത്തത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കിലോഗ്രാമും ഗ്രാമും എത്രയാണെന്നാണ്. നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് 3.275 എന്നാണല്ലോ. നിങ്ങൾ ഇതിൽ മനസ്സിലാക്കുക, പോയിന്റിന് മുൻപേ വന്ന സംഖ്യയില്ലേ, അതായത് 3 ആണ് ഇവിടെ കിലോഗ്രാം ആയിട്ട് വരുന്നത്. പോയിന്റിന് ശേഷം ഭിന്നത്തിന് ശേഷം വന്ന 275 ഇവിടെ ഗ്രാം ആയിട്ട് വരുന്നത്. സോ നിങ്ങൾ ഇങ്ങനെ എടുത്തെഴുതിയാൽ മതി. പോയിന്റിന് മുൻപേ ഉള്ളതാണ് കിലോഗ്രാം, പോയിന്റിന് ഭിന്നത്തിന് ശേഷമുള്ളതാണ് ഗ്രാം എന്ന് മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യമായിരുന്നു ഗ്രാമിൽ മാത്രം എഴുതുക എന്നുള്ളത്. ഇവിടെ ചോദ്യത്തിൽ 275 എന്നുള്ളത് നിങ്ങൾക്ക് ഗ്രാമിൽ തന്നെയാണ് തന്നത്. അതിനെ മാറ്റേണ്ട ആവശ്യമില്ല. 3 കിലോഗ്രാമിനെ നമുക്ക് ഗ്രാമിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതിന് നമുക്കറിയാം 1 കിലോഗ്രാം എന്നത് 1000 ഗ്രാമുകളാണ്. അങ്ങനെയാണെങ്കിൽ 3 കിലോഗ്രാം എത്ര ഗ്രാം ആണെന്ന് കാണാൻ വേണ്ടിയിട്ട് 3 ഗുണിക്കണം 1000 ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് 3000 ഗ്രാം എന്ന് കിട്ടി. സോ ഇത് മാത്രമല്ല, വേറൊരു മെത്തേഡ് ഉണ്ട്, ഒരു എളുപ്പ വഴിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമുക്കിവിടെ 3275 ഗ്രാം എന്നാണല്ലോ മൊത്തത്തിൽ കിട്ടിയിട്ടുള്ളത്. നമുക്ക് അല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട് 3.275 എന്നല്ലേ ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഗ്രാമുകളിൽ മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് ആ പോയിന്റിനെ എടുത്ത് അങ്ങ് ഒഴിവാക്കുക. അപ്പോൾ നിങ്ങൾക്ക് 3275 ഗ്രാം എന്നല്ലേ കിട്ടിയത്. ഇത് തന്നെയല്ലേ നമ്മൾ കണ്ടെത്തിയ ഉത്തരവും. സോ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടല്ലേ. നിങ്ങൾ ഇതുപോലത്തെ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ ഈ ഒരു ചോദ്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.